അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ഹൈബ്രിഡൈസേഷൻ അതുപോലെ തന്നെ ക്രോസ് പൊളിനേഷൻ സെൽഫ് പൊളിനേഷൻ ഒക്കെ പഠിപ്പിക്കുന്ന ഒരു ഭാഗമാണ്. ഇന്നത്തെ ഓപ്പറേഷൻ നമ്മളൊരു ഹിബിസ്കസ് പ്ലാന്റിലാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. വ്യത്യസ്തങ്ങളായ കളറിലുള്ള ഹിബിസ്കസ് തപ്പി ഇറങ്ങിയതാണ്. സാധാരണ പൈസ ഒക്കെ ചോദിക്കാൻ വേണ്ടി വീട്ടിൽ ബെല്ലടിക്കാറുണ്ട്. ചെമ്പരത്തിപ്പൂ ചോദിക്കാൻ വേണ്ടിയിട്ട് ബെല്ലടിക്കുന്നത് ആദ്യമായിട്ട് കാണുകയാണ്. അപ്പോൾ സാധനം കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഒരു ബഡ്സിന്റെ കൂടെ ആവശ്യമുണ്ട്. അതും കൂടെ വാങ്ങി ഞങ്ങൾ നേരെ സ്കൂളിലെത്തി. അപ്പോൾ സർജറിക്കുള്ള ടൈം ആയിട്ടുണ്ട്. മുഴുവൻ കുട്ടികളെയും വട്ടത്തിൽ നിർത്തിയിട്ടുണ്ട്. ഇനി നമ്മുടെ പരിപാടികളങ്ങ് ആരംഭിക്കും. ഈ കാണുന്ന സാധനം ബഡ് ചെയ്ത സാധനമോ, ബഡിങ് ബഡ് ചെയ്ത ഒരു മാവിന്റെ തൈ എടുത്ത് പൊക്കി കാണിക്കുന്നുണ്ട്. ബഡിങ്ങിന്റെ ഗുണങ്ങളെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഈ കാണുന്ന ചുവപ്പ് കളറുള്ള ചെമ്പരത്തി ചെടിയിൽ നമുക്ക് ഏതെങ്കിലും കളറിലുള്ള ചെമ്പരത്തി പൂ ഉണ്ടാക്കുന്നതിനുള്ള വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് ഈ പറഞ്ഞ ഹൈബ്രിഡൈസേഷൻ. അതിന് വേണ്ടിയിട്ട് എൻ്റെ കയ്യിലുള്ള മഞ്ഞ കളറിലുള്ള ചെമ്പരത്തിയുടെ ആൻറ്റേഴ്സ് നമുക്ക് ഓരോന്നായിട്ട് ഒരു ബഡ്സ് വഴി എടുത്തിട്ട് നമുക്ക് റെഡിന്റെ സ്റ്റിഗ്മയിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന ഒരു രീതിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സിന്റെ ഒന്നും അഫക്ഷൻ ഉണ്ടാവാതെ, പ്രത്യേകിച്ച് പൂമ്പറ്റയോ അല്ലെങ്കിൽ കാറ്റോ വെള്ളമോ മഴയോ ഒന്നും അടിക്കാതെ തന്നെ നമ്മളൊരു കവർ ഇട്ട് നന്നായിട്ട് കെട്ടി ടൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഈ പൂവിന്റെ ഇതളുകളെല്ലാം വളരെ വേഗത്തിൽ തന്നെ കൊഴിഞ്ഞു പോവുകയും പിന്നീട് അതിന്റെ താഴെ ഉണ്ടാവുന്ന സീഡ് വളർന്നിട്ട് ആ കാണുന്ന സീഡിൽ നിന്ന് പുതിയതായിട്ടുണ്ടാവുന്ന മുഴുവൻ ചെടികളും മുഴുവൻ പൂക്കളും വ്യത്യസ്തങ്ങളായിട്ടുള്ള കളർ പാറ്റേണിൽ ഉള്ളതാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ പുതിയ വിശേഷങ്ങളുമായി പിന്നെ കാണാം. ബൈ ബൈ.